ഹായ് ഫ്രണ്ട്സ്, വാട്ടിയെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ വാട്ടി ഒരു കസ്റ്റമർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും മെജോറിറ്റി കസ്റ്റമേഴ്സ് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം എത്ര മെസ്സേജസ് ബൾക്കായിട്ട് അയക്കാൻ പറ്റുന്നതാണ്. കാരണം മെജോറിറ്റി ആളുകളും വാട്ടി അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാറ്റ്ഫോംസിനെ ആശ്രയിക്കുന്നത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ വാട്ടീൻ്റെ ഒരു ശരിക്കുള്ള പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമേഷനാണ്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന എൻക്വയറീസിനെ ഓട്ടോമേറ്റ് ചെയ്യുക, നമ്മൾ ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും വാട്ടിയുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഒരിക്കലും ബ്രോഡ്കാസ്റ്റിംഗ് മാത്രമല്ല. അപ്പം നിങ്ങൾക്ക് വരുന്ന എൻക്വയറീസിനെ വളരെ ഈസി ആയിട്ട് ചാറ്റ് ബോട്ടുകളും അതുപോലെ സീക്വൻസ് മെസ്സേജസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാനും പറ്റും. അത് സെയിൽസ് ക്ലോസ് ചെയ്യാനും പറ്റും. അതിലുള്ളൊരു സബ് ഓപ്ഷൻ മാത്രമാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എങ്കിലും ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ശരിക്കും നമ്മൾ വാട്ടിയിൽ ഒരു അക്കൗണ്ട് എടുക്കുന്ന സമയത്ത്, നോർമൽ കേസിൽ നമുക്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് 0 ടയർ എന്ന് പറഞ്ഞ ലെവലകത്ത് ഇത് ശരിക്കും ഒരു 4 ടയറായിട്ടാണ് വരുന്നത്. ടയർ 1, ടയർ 2, ടയർ 3, ടയർ 4 വന്നിട്ട് അതിൽ 0th ടയർ, അതായത് ഫസ്റ്റിന് മുമ്പുള്ള ടയർ, അതാണ് നമുക്ക് ശരിക്കും പലർക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കിട്ടുന്നത്. അതിലെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു ദിവസം മാക്സിമം അയക്കാൻ പറ്റുന്ന ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകളുടെ എണ്ണം എന്ന് പറയുന്നത് 250 മെസ്സേജസ് ആണ് ഒരു ദിവസം. അതല്ലെങ്കിൽ ഒരു 24 hour സൈക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് അയക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പോളിസി ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാതെ ആരും റിപ്പോർട്ടൊന്നും അടിക്കാതെ പ്രോപ്പറായിട്ട് നിങ്ങൾ നല്ല കണ്ടന്റുകൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ആയിട്ട് ഫസ്റ്റ് ടയറിലേക്ക് അപ്ഗ്രേഡ് ആവും. ഫസ്റ്റ് ടയറിൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം 1000 മെസ്സേജസ് ആണ് അയക്കാൻ പറ്റുന്നത് ഒരു ദിവസം. അതായത് 24 സൈക്കിളിനുള്ളിൽ 1000 മെസ്സേജസ് ആണ് നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്നത്. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത ടയറിലേക്ക് എത്തും. ഓക്കെ, അടുത്ത ടയർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 24 hour സൈക്കിളിനുള്ളിൽ 10K മെസ്സേജസ് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. അത് ഒരു ദിവസത്തിൽ 10,000 മെസ്സേജസ് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. അതും നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലിലേക്ക്, അടുത്ത ടയറിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ആവും. അതായത് ഒരു ദിവസത്തെ 24 hour സൈക്കിളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 100K മെസ്സേജസ് അയക്കാൻ പറ്റുന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ആവും. ഓക്കെ, അതും നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയർ 4ലേക്ക് അപ്ഗ്രേഡ് ആവും. ടയർ 4 എന്ന് പറയുന്നത് അൺലിമിറ്റഡ് മെസ്സേജ്. നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ, അതായത് ഒരു 24 hour സൈക്കിളിനുള്ളിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് മെസ്സേജ് അയക്കാൻ പറ്റും എന്നുള്ള ഒരു ടയറിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ആവും. ഓക്കെ, അപ്പം ഇത് കാണുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയം, ഓക്കെ ടയർ അപ്ഗ്രേഡ് ആവും, ഈ ടയർ അപ്ഗ്രേഡ് ആവാൻ എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് ടയറിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ടയറിലേക്ക് അപ്ഗ്രേഡ് ആവണമെന്നുണ്ടെങ്കിൽ, അതായത് പെർ ഡേ 1000 മെസ്സേജ് അയക്കാം എന്നുള്ളിടത്ത് നിന്ന് 10K മെസ്സേജ് അയക്കാം എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ 2000 മെസ്സേജ്, 2000 കസ്റ്റമേഴ്സിന് ടെംപ്ലേറ്റ് മെസ്സേജ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിലും മാത്രമാണ് നമുക്ക് അടുത്ത 10K എന്നുള്ള ടയറിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ആവുന്നത്. ഓക്കെ, പിന്നെ 10K എന്ന് 100Kയിലേക്ക് ആവണമെങ്കിലോ 7 ഡേയ്സിനുള്ളിൽ നമ്മൾ 20K കസ്റ്റമേഴ്സിന് ടെംപ്ലേറ്റ് മെസ്സേജസ് അയച്ചിരിക്കണം. എങ്ങനെയാണ് നമുക്ക് 100K എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ആവുന്നത്. അവിടെ നിന്നും അടുത്ത അൺലിമിറ്റഡ് എന്നുള്ള ടയറിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 7 ദിവസത്തിനുള്ളിൽ 200K മെസ്സേജസ്, 200 ടെംപ്ലേറ്റ് മെസ്സേജസ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കണം. എങ്കിലാണ് നിങ്ങൾ അൺലിമിറ്റഡ് എന്നുള്ള ഒരു പ്ലാനിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ആവുക. ഈ രീതിയിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു മെസ്സേജിങ് ലിമിറ്റ് വരുന്നത്. ഒത്തിരി പേര് ഈ ഒരു ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ വാട്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാട്സപ്പ് ക്ലൗഡ് API യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.